നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത അതേ നിമിഷം ആ സത്യപ്രതിജ്ഞ വേദിക്കരികിൽ ഒരു കൂട്ടം തൊഴിലാളികൾ അവർ ഈ സത്യപ്രതിജ്ഞ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തതിന്റെ ഒരു ആവേശവുമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അത് അവരുടെ മുഖത്ത് പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വി.ഡി. സതീശനോട് ചിലതൊക്കെ പറയാനുണ്ട് എന്ന് കുറച്ചധികം ചേച്ചിമാരുടെ ഒരു പ്രഖ്യാപനം. ഞങ്ങൾ ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി അത് നടപ്പാക്കി തരുമോ? നടപ്പാക്കി തരണം എന്നാണ് ഈ ചേച്ചിമാർ, ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ആരാണ് എന്നല്ലേ അവർ? ഈ തിരുവനന്തപുരം സിറ്റി ക്ലീനാക്കി വെക്കുന്നത് ആരാണ്? ഒരു കൂട്ടം ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചേർന്നാണ് വെളുപ്പിനെ മുതൽ ഈ സിറ്റി ക്ലീനാക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ആ ഒരു പെൻഷൻ പദ്ധതി ഒന്ന് നടപ്പാക്കുമോ? 2013 സ്തംഭിച്ചു പോയതാണ്. അത് പുനരാരംഭിച്ചാൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസം എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇതിലൊരു നടപടി എടുക്കും എന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും ആ ചേച്ചിമാർ മുഖ്യമന്ത്രിയോടായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതൊക്കെ മുഖ്യമന്ത്രി ഒന്ന് കേൾക്കണമേ, അത് നടപ്പാക്കി തരണമേ എന്ന് അവർ പറയുകയാണ്. ഞങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസം അവരിലുണ്ട്. ഇത് നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ വി.ഡി. സതീശൻ. എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളെയും പരിഗണിക്കും എന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ വലിയ ആശ്വാസകരമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ആശാവർക്കർമാർക്ക് നൽകിയ വാക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ സമരവേദിയിലെത്തിയായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത് തങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആശാവർക്കർമാർക്ക് മികച്ച വേതനം ഉറപ്പാക്കും എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിപ്പോൾ പാലിച്ചിരിക്കുകയാണ്. 3000 രൂപയുടെ വർധനവാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാം ചെയ്യണമെന്നുണ്ടെന്നും ഇത് ആദ്യഘട്ടം മാത്രമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇവിടെ കുറച്ചധികം ചേച്ചിമാരുണ്ട്. കാരണം തിരുവനന്തപുരം സിറ്റി ക്ലീൻ ആയിരിക്കാൻ ഇവരൊക്കെയാണ് ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, രാവിലെ നമ്മളൊക്കെ നടക്കാൻ ഒക്കെ പോകുമ്പോൾ, വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ നടക്കാൻ പോകുമ്പോൾ ഇവരതിനും മുൻപേ വന്ന് സിറ്റി ക്ലീൻ ആക്കുന്ന ചേച്ചിമാരാണ്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്ന് നമുക്ക് ഈ ചേച്ചിമാരെ കുറിച്ച് പറയാം. അപ്പോൾ പുതിയൊരു സർക്കാർ അധികാരമേൽക്കുകയാണ്. ആ പുതിയ സർക്കാരിൽ ഒരുപാട് പ്രതീക്ഷ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും സാധാരണക്കാരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ കുറച്ചുകൂടി പരിഗണന, കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമുണ്ട്. നമുക്ക് ആ ചേച്ചിമാരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇനി അവരുടെ ആവശ്യങ്ങൾ, ഈ സർക്കാരിനോട് അവർക്ക് പറയാനുള്ളത് എന്താണ്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അത് നിറവേറുമോ? ഇത് ചേച്ചിമാർക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ചേച്ചി, പുതിയ സർക്കാരാണ്. മുൻ സർക്കാരിന്റെ ഒരു ഭരണകാലത്ത് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നു. ഇനിയുള്ള സർക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തുടർന്ന് പോകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2013 ശേഷം പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 2018 കയറിയവരാണ്. അത് ഞങ്ങൾക്ക് പെൻഷൻ നടപ്പിലാക്കിയ പെൻഷനായി കഴിഞ്ഞാലും ഞങ്ങൾക്ക് വെള്ളം കുടിച്ച് കിടക്കാമല്ലോ. അങ്ങനെ ഒന്ന് നടപ്പിലാക്കി കൊള്ളാമായിരുന്നു. എല്ലാ ഏജൊക്കെ താമസിച്ചൊക്കെയാണ് ജോലിയൊക്കെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് പെൻഷൻ നടപ്പിലാക്കിയ നന്നായിരുന്നു. ഏത് വർഷമാണ് ഈ പെൻഷൻ നിർത്തലാക്കിയത്? 2013. അത് ഏത് പെൻഷനാണ്? ഈ നമുക്ക് സാലറി കിട്ടുമല്ലോ. അപ്പൊ ഈ ജോലിയിൽ ഇരിക്കുമ്പോ പെൻഷൻ ആകുമ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടല്ലോ പെൻഷൻ. അതിപ്പം നിർത്തലാക്കിയൊക്കെയല്ലേ. അപ്പൊ അത് ഞങ്ങൾക്ക് പെൻഷൻ നടപ്പിലാക്കിയാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളൊക്കെ 18 കയറിയവരാണ്. സ്ഥിരമായത് 18 സ്ഥിരമായവരാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. സർക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആശാവർക്കർമാർക്ക് ഒരു വലിയ വാഗ്ദാനം വി.ഡി. സതീശൻ വർദ്ധിപ്പിക്കുമെന്ന്. അപ്പോൾ അത് നടപ്പിലാക്കുമോ? കേരളം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ സാധാരണ നമുക്കറിയാം, ആശാവർക്കർമാർ വലിയൊരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയത്. അങ്ങനെയാണ് അവർക്ക് ഒരു 1000 രൂപ ഓണറേറിയം കൂട്ടി കിട്ടുന്നത്. സമരം നടത്തിയതിന്റെ പേരിലാണ്. അപ്പോൾ സമരം നടത്താതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും ഈ സർക്കാർ കരുതുന്നുണ്ടോ? സമരം നടത്താതെ പരിഗണിച്ചാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിന് ഇതിന്റെ ഒപ്പറൊക്കെ പോകണ്ട. അത് അവര് നമ്മളെ രാവിലെ ഇറങ്ങിയൊന്നും ചെയ്യുന്നവരല്ലേ.
അപ്പോ ഈ അറിയാം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഈ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്തൊക്കെ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ക്ലീൻ ആകും ഉടനടി തന്നെ. അത് നിങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ? കാരണം ജോലി രാവിലെ വീട്ടിൽ നിന്ന് വരണം, വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ജോലിക്കായിട്ട് വരാൻ. അപ്പോഴും ഏകദേശം ഒരു 5 മണി ആ സമയം 5 മണിക്കൊക്കെ ഇറങ്ങും നമ്മള് വീട്ടിൽ നിന്ന്. അപ്പോ മുഖ്യമന്ത്രിയെ ഇപ്പൊ അഥവാ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? നേരിട്ട് കണ്ട അതിന് വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇപ്പൊ ഉണ്ട് ഇത് നടപ്പിലാക്കിയ കൊള്ളാം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതിപ്പോ നമുക്ക് കോർപ്പറേഷനിൽ ഇതിൽ ഒരു പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാം കറക്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. യൂണിഫോം, സാലറി, പൈസ എല്ലാം കിട്ടുന്നുണ്ട്. ഏത് സർക്കാർ വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പം ഓരോ വർഷം ഭരിക്കുന്ന അവരൊപ്പം ഈ കോർപ്പറേഷൻ അങ്ങനെ പാർട്ടി പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ആരാണ് ഭരിക്കുന്നത് അവരെ കൂടെ നമ്മുടെ കാര്യങ്ങൾ പറയണം, അത്രേ ഉള്ളൂ. അതിന് പാർട്ടിയൊന്നുമില്ല. ആവശ്യങ്ങൾ നേടിയെടുക്കണം. അതിന് ഞങ്ങൾക്ക് ഒരു സമരം പോലും ചെയ്യേണ്ടി വരും. സമരം ചെയ്യാതെ ചെയ്താൽ കൊള്ളാം. സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലോ? സമരം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ എല്ലാരും ഞങ്ങള് കോർപ്പറേഷൻ എത്ര വാർഡുണ്ട് അതെനിക്കറിയില്ല. എല്ലാരും കൂടെ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ചേച്ചിമാര്? ജോലി ഞങ്ങള് 8 മണിക്കൂർ അടി, നമുക്ക് 6 മണിക്കൂർ. അപ്പോ എന്താ പുതിയ സർക്കാരിന് ആശംസകൾ. എന്തായാലും ചേച്ചിമാര് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടണം, മുടങ്ങിപ്പോയ ഒരു പെൻഷൻ ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ഉപകാരമാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം പുതിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. എനിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് പറയാനുള്ളത്, ഇവർക്കുള്ള ഒരു സമ്മാനമായിട്ടെങ്കിലും ആ ഒരു അവരുടെ മുടങ്ങിക്കിടക്കുന്ന ഒരു പെൻഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനം, ഒരു നീക്കം വി.ഡി. സതീശൻ സർക്കാരിന്റെ കാലത്തെങ്കിലും ഉണ്ടാകണം. കാരണം നമുക്കറിയാം, ആവർത്തിച്ച് പറയുകയാണ്, തിരുവനന്തപുരം സിറ്റി ക്ലീൻ ആയിരിക്കുന്നത് ഈ ചേച്ചിമാർ ജോലി എടുക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവർ, ചേർത്ത് നിർത്തേണ്ടവരാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഈ സർക്കാർ അനുവദിച്ചു കൊടുക്കണം, അതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണം എന്നുകൂടി പറയുകയാണ്. ആശാവർക്കർമാർ സമരം നടത്തിയത് കൊണ്ടാണ് അവർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്, ശരിയാണെങ്കിൽ തന്നെയും നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. ആ ഒരു കർത്തവ്യം വി.ഡി. സതീശനിൽ നിന്ന് ഇവർ പറയാതെ തന്നെ ഉണ്ടാകും എന്ന് കരുതുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഒരു നീതി നടപ്പാക്കാനുള്ള തീരുമാനം വി.ഡി. സതീശനിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.